അത് കേട്ടപ്പോൾ അമിത്തിന് സന്തോഷമായി. അവൻ വിക്രമിനെ ഒരു പരിഹാസത്തോടെ നോക്കി. കേട്ടല്ലോ വിക്രം, അവൾക്ക് നിന്റെ സമ്മാനം ഇഷ്ടപ്പെട്ടില്ല. എന്റെ ഭാര്യയ്ക്ക് എന്ത് വേണമെന്ന് എനിക്കറിയാം. അമിത് അവളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. നടന്നു നീങ്ങുമ്പോൾ സിതാര ഒന്ന് തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ വിക്രമിനുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു. അമിത് സിതാരയും കൂട്ടി പോയതിനു ശേഷവും വിക്രം ആ നെക്ലസ് കിടക്കുന്ന തറയിലേക്ക് നോക്കി അനങ്ങാതെ നിന്നു. ചുറ്റുമുള്ളവരുടെ അടക്കം പറച്ചിലുകൾ അവന് ശ്വാസം മുട്ടിച്ചു. അപമാനം കൊണ്ട് അവന്റെ മുഖം ചുമന്നു. വജ്രമാല കയ്യിലെടുക്കുമ്പോൾ അവന്റെ മനസ്സിൽ പഴയ ചില ദൃശ്യങ്ങൾ മിന്നിമറഞ്ഞു. ആ കണ്ണുകൾ, അത് അവളുടേത് തന്നെയല്ലേ? ഒരു ഭ്രാന്തിയെ പോലെ അവൾ പെരുമാറുമ്പോഴും ആ നെക്ലസ് തട്ടിത്തെറിപ്പിച്ചപ്പോൾ അവളുടെ നോട്ടത്തിൽ കണ്ടത് ശ്രുതി ദേശായിയുടെ അതേ വീര്യമായിരുന്നു. പക്ഷേ അന്നത്തെ ആ അപകടത്തിൽ നിന്നും അവൾ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലായിരുന്നല്ലോ. വിക്രം കാറിലേക്ക് നടക്കുമ്പോഴും അവന്റെ ചിന്തകൾ കാട് കയറുകയായിരുന്നു. അവൻ തന്റെ വിശ്വസ്തനായ സഹായിയെ ഫോണിൽ വിളിച്ചു. എനിക്ക് ഇപ്പോൾ തന്നെ ആ പെൺകുട്ടിയുടെ എല്ലാ വിവരങ്ങളും വേണം. അമിത് മൽഹോത്ര എവിടെ നിന്നാണ് അവളെ കണ്ടെത്തിയത്? അവൾ ശരിക്കും ഭ്രാന്തിയാണോ, അതോ നമ്മളെ പറ്റിക്കാൻ അഭിനയിക്കുകയാണോ? എനിക്ക് എല്ലാം ഉറപ്പുവരുത്തണം. വിക്രമിന് ഒരു കാര്യം തീർച്ചയായിരുന്നു. അവൾ ശ്രുതിയാണെങ്കിൽ അവൾ തിരിച്ചു വന്നത് തന്റെ സർവസ്വവും തകർക്കാനാണ്. അവളെ പോലെയുള്ള മറ്റാരെങ്കിലും ആണോ, അതോ അമിത് എന്നെ തകർക്കാൻ ബോധപൂർവം കൊണ്ടുവന്ന കരുവാണോ അവൾ? എന്തു തന്നെയായാലും അവളുടെ ആ മുഖംമൂടി എനിക്ക് അഴിച്ചേ പറ്റൂ. തന്റെ ശത്രു ഇത്രയടുത്ത് അമിത് മൽഹോത്രയുടെ സംരക്ഷണയിലുണ്ടെന്ന തിരിച്ചറിവ് വിക്രമിനെ ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് തള്ളിവിട്ടു. എന്നാൽ വേട്ടക്കാരൻ താനാണെന്ന് വിക്രം കരുതുമ്പോഴും താൻ സിതാര വിരിച്ച വലയ്ക്കുള്ളിൽ കുടുങ്ങിക്കഴിഞ്ഞുവെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ഈ സമയത്ത് സിതാരയുടെ മനസ്സ് ഒരു കടൽ പോലെ ഇരമ്പുകയായിരുന്നു. അവൾ തന്റെ മുറിയിലെ ജനലിലൂടെ ആകാശത്തേക്ക് നോക്കിയിരുന്നു. പുറത്ത് നിലാവുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ പഴയ ഓർമ്മകളുടെ കനലായിരുന്നു. അമ്മായി എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ പരിഹസിച്ചപ്പോൾ അമിത് ഓടി വന്ന് തന്നെ ചേർത്ത് പിടിച്ചത് അവൾ ഓർത്തു. ലോകം മുഴുവൻ തന്നെ ഒരു ഭ്രാന്തി എന്ന് വിളിച്ച് മാറ്റി നിർത്തിയപ്പോൾ തന്റെ അന്തസ്സിനു വേണ്ടി എല്ലാവരോടും കലഹിച്ച അമിത്തിന്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അമിത്, വിക്രം എന്നെ കൊല്ലാൻ നോക്കിയവനാണ്. പക്ഷെ നീ എനിക്ക് വേണ്ടി ലോകത്തോട് തന്നെ പോരാടുന്നു. എന്റെ ഈ വേഷം കെട്ടലുകൾക്കിടയിലും നീ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടല്ലോ. എന്നെ സംരക്ഷിക്കാൻ നീയുള്ളപ്പോൾ എനിക്ക് ആരെയാണ് ഭയപ്പെടേണ്ടത്? നിന്നെ സ്നേഹിക്കാതിരിക്കാൻ എനിക്കിനി കഴിയില്ല അമിത്. അതേസമയം വീടിന്റെ മറ്റൊരു വശത്ത് ബാൽക്കണിയിൽ അമിത് ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. അവന്റെ കയ്യിൽ സിതാരയുടെ ഒരു പാവക്കുട്ടിയും ഉണ്ടായിരുന്നു. സിതാര, നീ ആരാണെന്നോ നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചെന്നോ എനിക്കറിയില്ല. പക്ഷേ ആ പാർട്ടിക്കിടയിൽ നിന്റെ കണ്ണുകളിൽ കണ്ട ആ ഭയം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. നിന്നെ ഇനി ഒരാളും പരിഹസിക്കാൻ ഞാൻ അനുവദിക്കില്ല. നീ എന്റെ ജീവിതത്തിലേക്ക് വന്നത് വെറുമൊരു യാദൃച്ഛികമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ലോകം മുഴുവൻ നിനക്കെതിരെ നിന്നാലും നിന്റെ തണലായി ഞാൻ എന്നും ഉണ്ടാവും. നീ വന്നൊഴുകിയപ്പോൾ എന്റെ ഹൃദയം വഴിമാറി. പറയാതെ പറഞ്ഞ സ്നേഹം കണ്ണുകളിൽ എഴുതി. നിശബ്ദമായ രാവുകളിൽ നീ വെളിച്ചമായി നിന്നു. പേരുപോലും ചോദിക്കാതെ ജീവിതം മാറിപ്പോയി. ഓരേ പോലും ഇന്നും പാട്ടായി മാറുന്നുവേ. നിന്റെ സാന്നിധ്യം മാത്രം മതി എനിക്ക് ജീവിക്കാൻ. നീ മാത്രം, നീ മാത്രം. എന്റെ ഉള്ളിൽ പെയ്യുന്ന മഴ, ഒഴുകിപ്പോകുന്ന നിമിഷങ്ങൾ നിന്റെ പേരിൽ നിലനിൽക്കും. നീ മാത്രം, നീ മാത്രം. എന്റെ ശ്വാസം തേടിയ സ്നേഹം ഒരു നോട്ടം കൊണ്ടു തന്നെ ലോകം പുതുതായി തീർക്കും. മഴയായി നീ തൊടുമ്പോ വേദന അകലെയായി. കൈ പിടിച്ച് നടന്ന വഴികൾ സ്വപ്നങ്ങളായി മാറി. നിന്റെ ചിരിയിൽ ഞാൻ കണ്ടു നാളുകളുടെ അർത്ഥം. ഇന്ന് വരെ അറിയാത്ത സന്തോഷത്തിന്റെ രൂപം. അകലെ നിന്നാൽ പോലും ഹൃദയം നിന്നെ വിളിക്കും. കണ്ണടച്ചാൽ പോലും
എന്റെ ഉള്ളിൽ പെയ്യുന്ന മഴ, വാക്കുകൾ മതിവരാതെ സ്നേഹം പാട്ടായി ഒഴുകും. നാളെ എന്താകും എന്നറിയില്ല, എവിടെ വരെ പോകും വഴികൾ. പക്ഷേ ഈ ഹൃദയം പറയും, നീയുണ്ടെങ്കിൽ മതിയല്ല. നീ മാത്രം, നീ മാത്രം എന്റെ പ്രാർത്ഥനയായി മാറി. ഈ ജന്മം പോരാ എങ്കിൽ മന്ദമായി പോലും കാത്തിരിക്കും. പാർട്ടി കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടിട്ടും സുഭദ്ര അമ്മായിയുടെ ഉള്ളിലെ കനൽ അടങ്ങിയിരുന്നില്ല. അമിത് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശാസിച്ചതും ഒരു അനാഥ പെണ്ണിനെ താങ്ങിയെടുത്തു പോയതും അവർക്ക് മറക്കാൻ കഴിഞ്ഞില്ല. അവർ വീണ്ടും വീണ്ടും അവരുടെ മകനോട് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. റോഷൻ, നീ ഇവിടെ ഇല്ലാതിരുന്ന സമയത്താണ് ഇതെല്ലാം നടന്നത്. ആ അമിത്, അവൻ അത്രയ്ക്ക് അഹങ്കാരിയായി മാറിയിരിക്കുന്നു. ആ ഭ്രാന്തി പെണ്ണിനു വേണ്ടി എന്നെ അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആക്ഷേപിച്ചു. അമ്മേ, നമുക്ക് പക്ഷെ ഇവനെ നേരിട്ട് എതിർക്കാൻ പറ്റില്ല. മൽഹോത്ര ഫാമിലിയിലെ ഷെയറുകൾ മുഴുവൻ അവന്റെ കയ്യിലാണ്. പക്ഷേ ഇങ്ങനെ വിട്ടുകൊടുക്കാനും പറ്റില്ലല്ലോ. അവൻ അല്പനേരം ആലോചിച്ചു. പിന്നീട് ഒരു കൗശലക്കാരന്റെ ചിരിയോടെ അമ്മയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അമ്മേ, ഞാനൊരു കാര്യം അറിഞ്ഞു. മുംബൈയിലെ പ്രശസ്ത ദേശായി കുടുംബത്തിലെ അനന്തരാവകാശി ശ്രുതി ദേശായിയെ കുറച്ചുനാളായി കാണാനില്ല. ആ കാർ അപകടത്തിന് ശേഷം അവൾ മരിച്ചോ അതോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കും അറിയില്ല. ആ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് അവളെ വിവാഹം കഴിക്കാനിരുന്ന വിക്രം ദേശായിയാണ്. ഈ ലേലത്തിൽ അവനാണ് അമിത്തിന്റെ പ്രധാന എതിരാളി. റോഷൻ തന്റെ ലാപ്ടോപ്പിൽ ഒരു പ്രധാന ഫയൽ തുറന്നു. അതിൽ വരാനിരിക്കുന്ന ആ വലിയ ലേലത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ഉണ്ടായിരുന്നു. അമ്മേ, ഈ ലേലം വെറും ഒരു ബിസിനസ് ഡീൽ മാത്രമല്ല. ഇത് മുംബൈയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ്. ശ്രുതി ദേശായിയെ കാണാതായതോടെ ആ സ്വത്തുക്കളുടെ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ വിക്രം ദേശായിക്ക് ഈ ലേലം ജയിച്ചേ തീരൂ. അമിത് ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ? ഉണ്ട്. അമിത് ഇത് ജയിച്ചാൽ മൽഹോത്ര ഗ്രൂപ്പ് ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തെ കമ്പനിയാകും. നമ്മൾ വിക്രമിനെ ചെന്ന് കാണണം. അവൻ അമിത്തിനെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിക്രമിനെ കൂട്ടുപിടിച്ചാൽ അമിത്തിനെ തകർക്കാനും അതേസമയം ആ ദേശായി കുടുംബത്തിന്റെ സ്വത്തിൽ നിന്ന് ഒരു വിഹിതം നമുക്ക് നേടിയെടുക്കാനും കഴിഞ്ഞേക്കും. അമിത് അറിയാതെ തന്നെ നമുക്കവനെ പൂട്ടാം. അമ്മയും മകനും ചേർന്ന് അമിത്തിനെ ചതിക്കാനുള്ള ആ പ്ലാൻ ഉറപ്പിച്ചു. എന്നാൽ തങ്ങൾ ഒരുക്കി വെച്ച വലയിൽ കുടുങ്ങാൻ പോകുന്നത് തങ്ങൾ തന്നെയാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ഇതേ സമയം അമിത് തന്റെ ബിസിനസ് ഫയലുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സിതാര അരികിൽ പാവയുമായി കളിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ ശ്രദ്ധ മുഴുവൻ അമിത്തും അവന്റെ പിയെയും തമ്മിലുള്ള സംഭാഷണത്തിലായിരുന്നു. സാർ, ഇന്നത്തെ ലേലത്തിൽ ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മുടെ പ്രധാന എതിരാളികൾക്ക് പുറമെ പുതിയൊരു കമ്പനി കൂടി ഇത്തവണ ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത് ദേശായി ഫാമിലിയുടെ ബിസിനസ് ഗ്രൂപ്പാണ്. ആ കുടുംബത്തിലെ പെൺകുട്ടിയെ കുറച്ചുനാളായി കാണാനില്ല. ഇപ്പോൾ അവളുടെ ബോയ്ഫ്രണ്ടായ വിക്രം ദേശായിയാണ് കാര്യങ്ങൾ നോക്കുന്നത്. അവൻ നാളെ ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തന്റെ പേരും വിക്രമിന്റെ പേരും വീണ്ടും കേട്ടപ്പോൾ അവൾ അറിയാതെ ഒന്ന് ഞെട്ടി. അവളുടെ കയ്യിലിരുന്ന പാവ താഴെ വീണു. ഇത് കണ്ട അമിത് പരിഭ്രമത്തോടെ ചോദിച്ചു, സിതാര, എന്തു പറ്റി? എന്തിനാ പേടിക്കുന്നത്? അവൾ പെട്ടെന്ന് മുഖം മാറ്റി ചിരിക്കാൻ ശ്രമിച്ചു. അല്ല അമിത്, പാവക്കുട്ടിയുടെ കാലൊടിഞ്ഞു എന്ന് തോന്നി. എനിക്ക് ഉറക്കം വരുന്നു. അവൾ പെട്ടെന്ന് പാവയെയും എടുത്ത് വേഗം മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. മുറിയിലെത്തിയ സിതാര വാതിലടച്ചു. അവളുടെ മുഖത്തെ നിഷ്കളങ്കത മാറി. അവൾ ഉടൻ തന്നെ തന്റെ രഹസ്യ സഹായിയായ പ്രകാശനെ വിളിച്ചു. പ്രകാശൻ, നാളെ വിക്രം ദേശായി ലേലത്തിന് വരുന്നുണ്ട്. എന്റെ അച്ഛന്റെ കമ്പനിയുടെ പേരുപയോഗിച്ചാണ് അവൻ അവിടെ വരുന്നത്. അത് സമ്മതിക്കാൻ കഴിയില്ല. നാളെ ആ ലേലത്തിൽ പങ്കെടുക്കാൻ എന്റെ പേര് കൂടി രജിസ്റ്റർ ചെയ്യണം. ശ്രുതി ദേശായി തിരിച്ചു വരുന്നത് ആരും അറിയരുത്. പക്ഷേ ലേലം തുടങ്ങുമ്പോൾ വിക്രം അതറിയും. നാളെ ലേലഹാളിൽ അവനുള്ള തിരിച്ചടി ഞാൻ നൽകും. എല്ലാം റെഡിയാക്കൂ വേഗം. അങ്ങനെ ആ ദിവസം വന്നെത്തി. ലേലഹാളിൽ വിക്രം ദേശായിയും അവന്റെ ഗേൾഫ്രണ്ടും അതീവ ആത്മവിശ്വാസത്തോടെ വന്നിരുന്നു. ഈ പ്രോജക്റ്റ് കിട്ടുമെന്ന ഉറപ്പിലായിരുന്നു അവർ. അപ്പോഴാണ് എല്ലാവരുടെയും ശ്രദ്ധ കവർന്നുകൊണ്ട് ഒരു ആഡംബര കാറിൽ നിന്നും ഒരു പെൺകുട്ടി ഇറങ്ങിയത്. സ്റ്റൈലിഷായ ഒരു ബിസിനസ് സ്യൂട്ടും മാറി മറിഞ്ഞ ഹെയർ സ്റ്റൈലും മുഖം പകുതിയോളം മറയ്ക്കുന്ന കറുത്ത കൂളിംഗ് ഗ്ലാസും ധരിച്ച അവൾ ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലായിരുന്നു. പക്ഷെ വിക്രമിനും ഗേൾഫ്രണ്ടിനും അവളെ കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലായി, ശ്രുതി ദേശായി, അവളല്ലേ അത്? സിതാര അടുത്തെത്തിയപ്പോൾ അവളെ ചൊടിപ്പിക്കുന്നതിനായി വിക്രം ഗേൾഫ്രണ്ടിനോടായി പറഞ്ഞു, നോക്കൂ, അത് അവളല്ലേ, ആ ഭ്രാന്തി പെണ്ണ്, അമിത്തിന്റെ കൂടെയുള്ള. അവൾ എങ്ങനെ ഇവിടെ വന്നു? അവളിൽ നിന്നും സത്യം പുറത്തു ചാടിക്കാൻ
അവർ അവളെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ സിതാര അവരെ ഗൗനിക്കാതെ മുന്നോട്ട് നടന്നു. ആ സമയത്താണ് അമ്മായിയുടെ മകനായ റോഷൻ അവിടേക്ക് വരുന്നത്. സിതാരയെ ഈ ഗെറ്റപ്പിൽ കണ്ടപ്പോൾ അവളേതോ വലിയ കോടീശ്വരന്റെ മകളാണെന്ന് അവൻ വിചാരിച്ചു. അവളെ ഒന്ന് വശത്താക്കിയാൽ തന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീരുമെന്ന് കരുതി അവൻ സിതാരയുടെ അടുത്തെത്തി. ഇത്രയും സുന്ദരിയായ ഒരാളെ ഈ ലേലഹാളിൽ ഞാൻ ആദ്യമായാണ് കാണുന്നത്. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? അവന്റെ സംസാരവും നോട്ടവും കണ്ടപ്പോൾ സിതാരയ്ക്ക് കടുത്ത ദേഷ്യം വന്നു. അവൾ ഒന്നും മിണ്ടിയില്ല. പകരം കയ്യിലിരുന്ന ഓറഞ്ച് ജ്യൂസ് എടുത്ത് അവന്റെ മുഖത്തേക്ക് ഒഴിച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ട അവൻ പകച്ചു നിന്നുപോയി. ഇത് കണ്ട വിക്രമിന്റെ ഗേൾഫ്രണ്ട് സിതാരയെ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങി. നീ ഏത് കുടുംബത്തിൽ നിന്നാ വരുന്നത്? നിന്റെ ഐഡന്റിറ്റി എന്താ? ഒരു മാന്യതയും ഇല്ലാതെയാണോ നീ ഇവിടെ നിൽക്കുന്നത്? സിതാര ശാന്തമായി പറഞ്ഞു, ഞാൻ സിംഗാനിയ കുടുംബത്തിലെ അംഗമാണ്. തന്റെ അമ്മയുടെ കുടുംബപ്പേര് അവൾ തന്ത്രപരമായി ഉപയോഗിച്ചു. സംസാരത്തിനിടയിൽ സിതാരയുടെ ഷോൾഡറിലെ വസ്ത്രം അല്പം നീങ്ങിയപ്പോൾ വിക്രം അവളുടെ തോളിലെ ആ പ്രത്യേക ടാറ്റു കണ്ടു. ശ്രുതി ദേശായിക്ക് മാത്രം ഉണ്ടായിരുന്ന ആ അടയാളം കണ്ടതോടെ വിക്രം ഉറപ്പിച്ചു, ഇത് ആ ഭ്രാന്തി പെണ്ണല്ല, തന്നെ തകർക്കാൻ വന്നിരിക്കുന്ന ശ്രുതി ദേശായി തന്നെയാണ്. വിക്രം മനസ്സിൽ പറഞ്ഞു, നീ വലിയൊരു നാടകം കളിക്കുകയാണല്ലേ ശ്രുതി. നിന്റെ ഈ മുഖംമൂടി ഇന്ന് ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ചഴിക്കും. ഈ സമയത്ത് അമിത് അവളെ ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ചു ദൂരെയായി നിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യ കാഴ്ചയിൽ അവൻ അവളെ മനസ്സിലായില്ലെങ്കിലും സംസാരിക്കുമ്പോൾ അവൾ കാണിച്ച ചില ആക്ഷനുകൾ, അവൾ തലമുടി ഒതുക്കുന്ന രീതിയും കൈകൾ ചലിപ്പിക്കുന്നതുമൊക്കെ സിതാരയുടേതിന് സമാനമാണെന്ന് അവന് തോന്നി. സംശയം തോന്നിയ അമിത് ഉടൻ തന്നെ വീട്ടിലേക്ക് വിളിച്ചന്വേഷിച്ചു. സിതാര മുറിയിലില്ലെന്നും പുറത്തേക്ക് പോയെന്നും ജോലിക്കാർ പറഞ്ഞറിഞ്ഞതോടെ അമിത് അവളുടെ ഫോണിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തു. ഡയറക്ഷൻ കാണിക്കുന്നത് താൻ നിൽക്കുന്ന ഇതേ ലേലഹാളിനുള്ളിൽ തന്നെ. അവൻ ഞെട്ടിപ്പോയി. തന്റെ നിഷ്കളങ്കയായ സിതാര തന്നെയാണോ ഈ കാണുന്ന കരുത്തയായ ബിസിനസ് വുമൺ എന്ന് അവൻ അത്ഭുതപ്പെട്ടു. എങ്കിലും അവൾ എന്തോ വലിയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ അമിത് തന്റെ തിരിച്ചറിവ് പുറത്തു കാണിക്കാതെ ശാന്തനായി അവളെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. സിതാരയുടെ തോളിലെ ആ ടാറ്റു കണ്ട നിമിഷം തന്റെ മുന്നിൽ നിൽക്കുന്നത് താൻ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശ്രുതി തന്നെയാണെന്ന് അവൻ ഉറപ്പിച്ചു. പക്ഷേ അത് പുറത്തു കാണിക്കാതെ അവളെ വീണ്ടും വശത്താക്കാൻ അവൻ തന്റെ അടവ് മാറ്റി. സിതാര തന്റെ അമ്മയുടെ കുടുംബപ്പേരായ സിംഗാനിയ എന്ന് വെളിപ്പെടുത്തിയപ്പോൾ വിക്രം അതീവ ദുഃഖിതനായി അഭിനയിച്ചു. സിംഗാനിയ ഫാമിലിയോ? പ്രതിശ്രുത വധു ശ്രുതി ദേശായിയുടെ അമ്മയുടെ കുടുംബമാണത്. അവൾ ഇപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അവളെ ഓർക്കാത്ത ഒരു നിമിഷം പോലുമില്ല. വിക്രമിന്റെ ഈ അഭിനയം കേട്ട് അവന്റെ ഗേൾഫ്രണ്ട് അമ്പരന്നു. അവൾ സിതാരയെ വീണ്ടും അപമാനിക്കാൻ ശ്രമിച്ചു. ഓ, അപ്പോൾ നീ ആ ശ്രുതിയുടെ ബന്ധുവാണോ? ഒരുപക്ഷെ അവളുടെ സ്വത്തടിച്ചു മാറ്റാൻ വന്നവളാകും. പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിക്രം തിരിഞ്ഞ് തന്റെ ഗേൾഫ്രണ്ടിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. ഹാളിലാകെ നിശബ്ദത പടർന്നു. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇത്രയും മാന്യമായ ഒരു കുടുംബത്തിലെ പെൺകുട്ടിയോട് ഇങ്ങനെ സംസാരിക്കാൻ? ശ്രുതിയുടെ കുടുംബം എനിക്ക് എന്റെ കുടുംബം പോലെയാണ്. അവരെ അപമാനിക്കുന്നത് എനിക്ക് സഹിക്കില്ല. അപ്രതീക്ഷിതമായ ആ അടിയിൽ വിക്രമിന്റെ ഗേൾഫ്രണ്ട് തകർന്നുപോയി. തന്നെ സ്നേഹിക്കുന്നുവെന്ന് കരുതിയ വിക്രം ഒരു അപരിചിതയ്ക്ക് വേണ്ടി തന്നെ അടിച്ചത് അവൾക്ക് വിശ്വസിക്കാനായില്ല. പക്ഷേ സിതാരയ്ക്ക് കാര്യം വ്യക്തമായിരുന്നു. സിതാര മനസ്സിൽ പറഞ്ഞു, കൊള്ളാം വിക്രം, നിന്റെ അഭിനയം ഇന്നും മോശമായിട്ടില്ല. ഈ അടി കൊണ്ട് നീ നിന്റെ ഗേൾഫ്രണ്ടിനെ അല്ല, എന്നെയാണ് വീഴ്ത്താൻ നോക്കുന്നത്. നിന്റെ ഈ വേഷപകർച്ചയ്ക്ക് പിന്നിലെ ചതി എനിക്ക് നന്നായി അറിയാം. നീ എന്നെ വീണ്ടും വലയിലാക്കാൻ നോക്കുകയാണല്ലേ? സിംഗാനിയ കുടുംബത്തിലെ ഒരാളോട് നീ കാണിച്ച ഈ മര്യാദകേടിന് മാപ്പല്ലാതെ മറ്റൊരു പ്രതിവിധിയില്ല. വേഗം അവളോട് മാപ്പ് ചോദിക്ക്. വിക്രം ഉടൻ തന്നെ തന്റെ ഗേൾഫ്രണ്ടിനെ സിതാരയുടെ അടുത്തേക്ക് പിടിച്ചു തള്ളി. മറ്റൊരു വഴിയുമില്ലാതെ അപമാനം സഹിച്ചുകൊണ്ട് വിക്രമിന്റെ ഗേൾഫ്രണ്ട് സിതാരയുടെ മുന്നിൽ തലകുനിച്ച് മാപ്പ് പറഞ്ഞു. പക്ഷേ ഇത്തവണ വേട്ടക്കാരൻ ഞാനാണ്. വിക്രം ഒരു മാന്യനെ പോലെ സിതാരയെ നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ ആ പുഞ്ചിരിക്ക് പിന്നിൽ തന്നെ ഇല്ലാതാക്കാനുള്ള അടുത്ത കെണിയാണെന്ന് സിതാര തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അതേസമയം ഈ സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയായി അമിത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ലേലം ആരംഭിച്ചു. ലേലം മുറുകുകയാണ്. വിക്രം ദേശായി വളരെ അഹങ്കാരത്തോടെ വലിയൊരു തുക ഉറപ്പിച്ചു. ചുറ്റുമുള്ളവർ അവനെ അഭിനന്ദിക്കാൻ ഒരുങ്ങുന്നു. തന്റെ വിജയത്തിൽ അഭിമാനിച്ചു വിക്രം ലേലം നടത്തുന്നവർക്ക് പണം കൈമാറാനായി അവൻ ആ ഗോൾഡൻ കാർഡ് ആ കൗണ്ടറിൽ വെച്ചു. ലേലത്തുക ഉറപ്പിക്കാനായിട്ട് അവൻ നൽകിയ കാർഡ് കണ്ട് സിതാരയുടെ ശ്വാസം നിലച്ചുപോയി. അവളുടെ കണ്ണുകൾ വിറച്ചു. അത് വെറും ഒരു കാർഡായിരുന്നില്ല. അവളും വിക്രമും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ച സമയത്ത് തന്റെ അച്ഛൻ അവൾക്ക് നൽകിയതും അവൾ വിശ്വസിച്ച് വിക്രമിന് കൈമാറിയതുമായ കാർഡായിരുന്നു അത്. കോടികൾ വിലമതിക്കുന്ന ആ അക്കൗണ്ട് തന്റെ ജീവിതം തകർത്തിട്ടും അവൻ ഇപ്പോഴും ഉപയോഗിക്കുന്നു എന്നറിഞ്ഞപ്പോൾ സിതാരയ്ക്ക് അവനോട് അതിയായ പുച്ഛം തോന്നി. വിക്രം, എന്റെ ജീവിതം തകർത്തിട്ടും എന്നെ കൊലപ്പെടുത്താൻ നോക്കിയിട്ടും എന്റെ അച്ഛൻ എനിക്ക് നൽകിയ ആ പണം ഉപയോഗിക്കാൻ നിനക്ക് നാണമില്ലേ? എന്റെ സ്നേഹത്തിന്റെ അടയാളമായി ഞാൻ നിനക്ക് നൽകിയ ആ കാർഡ് ഇന്ന് നിന്റെ സർവനാശത്തിന് കാരണമാകും. ഇത്രയും കാലം നീ ആ പണം കൊണ്ട് അഹങ്കരിച്ചു. പക്ഷേ ഇന്നത്തോടെ ആ കളിയെല്ലാം തീരും.
വിക്രം പുച്ഛത്തോടെ പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ വേഗം തീർക്കൂ, എനിക്ക് സമയമില്ല. ലേലം നടത്തുന്നയാൾ കാർഡ് സ്വൈപ്പ് ചെയ്തു. എന്നാൽ മെഷീനിൽ ചുവന്ന ലൈറ്റ് തെളിഞ്ഞു. ട്രാൻസാക്ഷൻ ഡിക്ലൈൻഡ്. വിക്രം ഒന്ന് അമ്പരന്നു. അവൻ രണ്ടാമതും ശ്രമിച്ചു. ഫലം പഴയതു തന്നെ. വിക്രമിന്റെ മുഖത്തെ ഭാവം മാറി. ക്ഷമിക്കണം മിസ്റ്റർ വിക്രം, നിങ്ങളുടെ എല്ലാ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ പണമില്ല. ഹാളിലാകെ അടക്കം പറച്ചിലുകൾ ഉയർന്നു. കൂടി നിന്ന ബിസിനസ്സുകാർ പരസ്പരം നോക്കി ചിരിക്കാൻ തുടങ്ങി. ഇത്രയും കാലം ശ്രുതി ദേശായിയുടെ പണം കൊണ്ടായിരുന്നല്ലോ ഇങ്ങേരുടെ കളി. അവൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകും. അവൾ തന്നെ ആയിരിക്കും ഇവന്റെ അക്കൗണ്ട് എല്ലാം പൂട്ടിച്ചത്. ഇത് കേട്ട് മറ്റൊരാൾ പറഞ്ഞു, ശരിയാണ്, മരിച്ചു എന്ന് കരുതിയ ശ്രുതി ദേശായി തിരിച്ചു വന്നു കാണും. പാവം വിക്രം ഇനിയിപ്പോൾ തെരുവിലിറങ്ങേണ്ടി വരും. അപമാനം കൊണ്ട് വിക്രം വിറച്ചു. അവന്റെ ഗേൾഫ്രണ്ട് മുഖം താഴ്ത്തു നിന്നു. വിക്രമിനെ എല്ലാവരും പരിഹസിച്ചപ്പോൾ അതുവരെ ശാന്തയായിരുന്ന സിതാര അങ്ങോട്ട് കടന്നു വന്നു. പണമില്ലാത്തവൻ എന്തിനാണ് ലേലത്തിന് വരുന്നത്? വിക്രം ദേശായി വിളിച്ച തുകയേക്കാൾ കൂടുതൽ ഞാൻ നൽകുന്നു. ഈ പ്രോജക്ട് ഇപ്പോൾ എന്റേതാണ്. വിക്രമിന് ഒരു വാക്കുപോലും തിരിച്ചു പറയാൻ കഴിഞ്ഞില്ല. അവൻ തോറ്റുപോയിരിക്കുന്നു. താൻ കൊലപ്പെടുത്താൻ നോക്കിയ ആ പെൺകുട്ടി തന്റെ സർവസ്വവും തകർത്തിരിക്കുന്നു എന്ന് അവന് മനസ്സിലായി. അമിത് മൽഹോത്ര ദൂരെ നിന്ന് ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുകയായിരുന്നു. ലേലം കഴിഞ്ഞ് സിതാര വേഗത്തിൽ ഹാളിൽ നിന്നും പുറത്തിറങ്ങി. തന്റെ കാർ പാർക്കിങ്ങിൽ കാത്തു നിൽക്കുന്ന പേഴ്സണൽ അസിസ്റ്റന്റിന്റെ അടുത്തേക്ക് അവൾ ചെന്നു. താൻ വിജയിച്ചതിന്റെ ആത്മവിശ്വാസം അവളുടെ മുഖത്തുണ്ടായിരുന്നു. പക്ഷേ തൊട്ടു പിന്നാലെ അമിതിന്റെ കാർ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. അമിത് തന്റെ കാറിലിരുന്ന് അവളെ ഉറ്റുനോക്കി. കൂളിംഗ് ഗ്ലാസ് മാറ്റി അവൾ കാറിനുള്ളിലിരുന്ന് ആരോട് ഗൗരവമായി സംസാരിക്കുന്നത് അവൻ കണ്ടു. ആ ഭാവം, ആ തന്റെ ഇടം, അത് താൻ വീട്ടിൽ കാണുന്ന നിഷ്കളങ്കയായ സിതാരയല്ല. അവൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നാടകം കളിക്കുകയാണെന്ന് അമിത് ഉറപ്പിച്ചു. പക്ഷേ എന്തിനു വേണ്ടി? അവൻ സ്വയം ചോദിച്ചു. അവൾക്ക് എന്നെ വിശ്വസിക്കാമായിരുന്നു. പക്ഷേ അവൾക്ക് അവളുടേതായ കാരണങ്ങൾ ഉണ്ടാകാം. അവളെ പ്രതിസന്ധിയിലാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അമിത് എത്തുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് സിതാര വീട്ടിലെത്തി. വേഷം മാറി. അമിത് മുറിയിലേക്ക് വരുമ്പോൾ അവൾ തറയിലിരുന്ന് പാവക്കുട്ടികളോട് സംസാരിക്കുകയായിരുന്നു. അമിത് വന്നോ? നോക്കിയേ, എന്റെ പാവക്കുട്ടിക്ക് വിശക്കുന്നു. അമിത് വാതിൽക്ക തറഞ്ഞു നിന്നു. ഒരു മിനിറ്റിന് മുൻപ് കോടികളുടെ ലേലം പിടിച്ച ആ പെൺകുട്ടിയാണ് ഇപ്പോൾ ഈ പാവകളോട് കളിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ അവന് പ്രയാസം തോന്നി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. സിതാര, നീ ഇന്ന് എവിടെയെങ്കിലും പോയിരുന്നോ? അവൻ സൂക്ഷ്മമായി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. സിതാരയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ നിഷ്കളങ്കമായി ചിരിച്ചു. ഇല്ലല്ലോ, ഞാനിവിടെ പാവക്കുട്ടികളോടൊപ്പം കളിക്കുകയായിരുന്നു. അമിത് എന്താ അങ്ങനെ ചോദിക്കുന്നത്? അമിത് ഒന്നും പറഞ്ഞില്ല. അവൻ അവളുടെ തലയിൽ തലോടി. സാരമില്ല, നീ നിന്റെ കളി തുടർന്നോ. അവൻ പുറത്തേക്ക് നടക്കുമ്പോൾ അവളുടെ ഫോൺ ബെഡിലിരിക്കുന്നത് കണ്ടു. ലൊക്കേഷൻ ട്രാക്ക് ചെയ്തത് ശരിയാണെന്ന് അവൻ ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടു. ഇതേ സമയം വിക്രം അമ്മായിയും റോഷനുമായി ചേർന്ന് പുതിയ കരുക്കൾ നീക്കാൻ തുടങ്ങിയിരുന്നു. ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ കഥയുടെ തുടർഭാഗത്തിനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മിസ്സാകാതിരിക്കാൻ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.